ഓരോ മീറ്റിങ്ങുകളിലും ഹബീബ് എപ്പോഴും നമ്മളെ ഈ പറഞ്ഞ പോലെ സൈലന്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ ഓരോ ടൂറുകളിൽ, നമ്മുടെ ഓരോ മീറ്റിങ്ങുകളിൽ എല്ലാത്തിലും ഹബീബിന്റെ ആ സാന്നിധ്യം നമ്മളൊപ്പം പേഴ്സണലായിട്ട് തന്നെയുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹബീബിന്റെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഹബീബ് ഓർമ്മക്കൂടാരത്തിന്റെ ഏറ്റവും വലിയ ഗുണകാംക്ഷികളിൽ ഒരാളായിരുന്നു. അപ്പൊ ഹബീബിനെ സംബന്ധിച്ച് ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞു, ഹബീബ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വളരെയധികം സ്നേഹത്തോടുകൂടി കെട്ടിപ്പൊക്കി മക്കളെയൊക്കെ നല്ല രീതിയിൽ എത്തിച്ചു, കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തി എന്നതുപോലെ തന്നെ ഒരു രണ്ടാം കുടുംബം എന്നുള്ള നിലയിൽ ഈ ഓർമ്മക്കൂടാരത്തിന്റെ സൃഷ്ടിയിലും അത് നടന്നു പോകുന്നതിനും ഹബീബിന്റെ തന്നെ ഒരു രണ്ടാം കുടുംബമായിക്കൊണ്ട് ഓർമ്മക്കൂടാരം ഇന്ന് യാഥാർത്ഥ്യമായി. നമ്മൾ ഒട്ടനവധി പരിപാടികളും യാത്രകളും അതും ഇതും കൂടിച്ചേരലുകളും ഇപ്പൊ ഈ വയസ്സുകാലത്തെ വയസ്സെന്നൊന്നും പറയുന്നില്ല എങ്കിൽ കൂടിയും ഇന്ന് നമ്മൾ ഉന്മേഷവാന്മാരായിക്കൊണ്ട് നിലനിൽക്കാനുള്ള ഒരു കൂടാരം കെട്ടിപ്പൊക്കിയതിൽ മുഖ്യ സൃഷ്ടികളിൽ ഒരാളാണ് ഹബീബ്. അപ്പൊ ഹബീബ് നമ്മളിൽ കൂടി ഈ ഓർമ്മക്കൂടാരത്തിന്റെ നിലനിൽപ്പ് നമുക്ക് ഒരു ഹബീബിന്റെ ഒരു സാന്നിധ്യത്തോടു കൂടി തന്നെ ആയിരിക്കും ഇനി തുടരുക എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ നമ്മുടെ ഹബീബിന്റെ ഒരു രണ്ടാം കുടുംബമായ ഈ ഓർമ്മക്കൂടാരത്തെ അതേ ചൈതന്യത്തോടുകൂടി ഒരിക്കലും നമ്മളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വിട്ടുപോകേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും വിട്ടുപോവുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ വിട്ടുപോകുമ്പോൾ നമ്മളങ്ങനെ വിട്ടുപോവുക എന്നല്ലാതെ ഈ ഓർമ്മക്കൂടാരം, കാരണം ഇതിലേക്ക് ഇനി കൂടുതൽ ആരും വരാനില്ല. നമുക്കറിയാം, നമ്മൾ 71 മുതൽ 76 വരെയുള്ള SSLC ബാച്ചുകളുടെ ഒരു കൂടാരാണിത്. ഇതിലേക്ക് ഇനി ആരും വരാനില്ല, അത് ഉറപ്പാണ്. പോകാനേ ഉള്ളൂ. പോകുന്നവരെ നമ്മൾ സന്തോഷപൂർവ്വം യാത്ര അയക്കുക. പോകുന്നവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നിവർത്തിച്ചു കൊടുക്കുക. നമ്മൾ സന്തോഷം നിലനിർത്തുക. പോകാനുള്ളത് പോകും. നമ്മൾ ഞങ്ങൾ മുസ്ലിങ്ങൾ പറയുന്നതിന്റെ സുതാര്യത്തിൽ പോകും. ഓരോ ജീവനും മരണമുണ്ട്. അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ വേദനപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. ഹബീബിനെ പോലെയുള്ള മഹത്വ്യക്തികൾ, നല്ല മനസ്സിനുടമയായിട്ടുള്ള വ്യക്തികൾ പോകുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. നമ്മുടെ ഈ ഓർമ്മക്കൂടാരത്തിന്റെ അനുശോചനം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് വേണ്ട എല്ലാവർക്കും വരാം. നമ്മുടെ നമ്മുടെ പാത്രത്തിന് കൊണ്ടുപോയിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹബീബുർ റഹ്മാന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കൂടാരം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സലാമലൈക്കും. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കട്ടെ. പിന്നെ എനിക്കൊന്നും പറയാനോ ഓർമ്മിക്കാനോ രണ്ട് കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു വാർഷിക യോഗത്തിൽ ഞങ്ങൾ ഈ മുസ്തഫാൻ്റെ മിഠായിക്കടൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിളിൽ ഇരുന്നിട്ട് സംസാരിച്ച് ഞാൻ ആസം അതിൽ കൂടി ഇന്ന് സംസാരിക്കുമ്പോൾ അതിനിടയിൽ അവന് പറഞ്ഞു എനിക്കെന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊല്ലങ്ങൾക്ക് ആണ് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ എണീറ്റ് ഞാൻ കുറച്ച് ആൾക്കാരോട് യാത്ര പറഞ്ഞ് ചെയ്യുന്നത് ചിലപ്പോൾ മടങ്ങി വരും, ചിലപ്പോൾ വീട്ടിൽ പോകും. അതെൻ്റെ ഒന്നാമത്തെ ഒരു സമ്മതം. രണ്ടാമത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഒരു വിളി വന്നു. അപ്പോൾ അവർ കോയമ്പത്തൂർ എൻ്റെ ടെസ്റ്റിന് പോയ സമയമാണ് തോന്നുന്നത്. പക്ഷെ എന്താണ് രോഗം അതുവരെ പറഞ്ഞത് അത് എനിക്ക് ലാസ്റ്റ് അറിയാൻ കഴിയും. അവൻ വിളിച്ച് പറഞ്ഞു, അത്ര നിൻ്റെ കാലൊക്കെ സുഖമായിട്ട് നമുക്ക് കൊടൈക്കനാൽ എനിക്ക് മിസ്സായി, എനിക്ക് മിസ്സായി. കാലൊക്കെ എത്രയും പെട്ടെന്ന് സുഖമായി, നിനക്കും എനിക്കും ഇപ്പോൾ വരാൻ പറ്റാത്തവർക്കൊക്കെ പാടെ പങ്കെടുത്ത് നല്ല ജോലി സുഖമായിട്ട് നമുക്ക് അടുത്ത ട്രിപ്പിന് പോകാം, വിഷമിക്കരുതെന്ന് പറഞ്ഞു. കാലൊക്കെ സുഖമായിട്ട് അടുത്തുള്ള പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനും അതുപോലെ പറഞ്ഞു, എല്ലാവർക്കും സുഖമായിട്ട് അധികം എൻ്റെ അസുഖം മാറിച്ചു. ഞാൻ ചെറിയ കാര്യത്തിൽ ഗ്യാസിൻ്റെ ആണ് കരുതിയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഓർമ്മ അത് മറന്നു പോകുന്നില്ല. കാരണം അത്രയും ഓർമ്മിക്കാൻ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങളിന്ന് ഫ്രണ്ട്ഷിപ്പ് പഠിക്കുന്ന കാലത്ത് അത്ര വലിയ ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ഞാൻ അവൻ്റെ സീനിയറാണ്. പിന്നെ ഈ കൂടാരത്തിൽ വന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഞാനൊരു റിലേഷൻ അറിയുമെന്ന്. എൻ്റെ മരുമകൻ ചെറുകരക്കാൻ ആൾ കല്യാണം കഴിച്ചു. മരുമകൻ്റെ ബന്ധുക്കാരാണ് ഞാൻ. പിന്നെ
ഐശ്വര്യം അതിലൊക്കെ ബന്ധുക്കാരാണെന്നില്ലേ. അപ്പോൾ ഞാനെൻ്റെ സംസാരം കുറച്ചു. അവരുടെ ആവശ്യമില്ലാതെ കുറേ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ സമാധി പറഞ്ഞു ഇനി ഒന്നും മുൻപില്ല, ഞാൻ കൂടായിരിക്കും കുടുംബങ്ങൾ ചെയ്യും എന്നറിഞ്ഞവനോട്. അതാണ് എൻ്റെ ഓർമ്മയിൽ പങ്കെടുക്കുന്നത്. അടുത്തവൻ അതിൻ്റെ കബറിന് വിശാലമായിട്ട് കൊടുക്കട്ടെ. അവൻ്റെ സ്വർഗം നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടേക്ക് നമ്മളെല്ലാം അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ട് നമുക്ക് പറഞ്ഞു എല്ലാവർക്കും എൻ്റെ ഏറ്റവും തമാശ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലാണ്. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. മനസ്സ് പറഞ്ഞാണ് ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ മനസ്സിന് ഈ വിഷമം ഉണ്ടാവും. ഓക്കെ, ഇനി പറയും. ും